ഹലോ അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്നൊരു പൊതിച്ചോറ് ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ്. പൊതിച്ചോറ് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല കേട്ടോ, പക്ഷെ അതിൻ്റെ പിന്നിലൊരു സ്ട്രോങ് റീസൺ ഉണ്ട്. എന്താണെന്നൊക്കെ ഞാൻ വഴിയെ പറയാം. സോ വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. 3 ആൾക്കുള്ള പൊതിച്ചോറാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ വാഴൻ്റെ എൻ്റെ സെലക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് വേണ്ടിയ ഇലകളെല്ലാം ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇപ്പം അടുത്ത് ഫുൾ ക്ലീൻ ആക്കിയതാട്ടോ. പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ എൻ്റെ ചെടികളെല്ലാം നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ വരുമ്പോഴേ ഞാനത് നോക്കാറുള്ളൂ. പണ്ടത്തെ പോലെ ഇപ്പോൾ ചെടികളൊന്നും നോക്കാൻ ഒട്ടും സമയമില്ല. എസ്പെഷ്യലി എൻ്റെ കറിവേപ്പില ഇവിടെ വലിയൊരു മരമുണ്ട് കേട്ടോ. എൻ്റെ അപ്പുറത്തെ സൈഡിലും ഒരു മരമുണ്ട്. അപ്പോൾ ചിലർ പറയും നമ്മൾ തീരെ എടുക്കാൻ പാടില്ല എന്ന്, ചിലർ പറയും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒടിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ രണ്ടും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരാളെ ഞാൻ തീരെ തൊടാറുമില്ല. അപ്പുറത്ത് ഉള്ള കറിവേപ്പിലുമെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒടിക്കും. അപ്പോൾ ഒടിക്കുന്ന ആളൊട്ടും വലുതായിട്ടില്ല. ആൻഡ് അതിൽ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കണ്ടില്ല. നേരെ മറിച്ച് ഞാൻ തൊടാണ്ട് വെച്ചിട്ടുള്ള കറിവേപ്പിലല്ലേ, അത് നല്ല രസത്തിൽ നല്ല മരമായിട്ട് വളർന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും അതിന്മേൽ എടുക്കാറില്ല കേട്ടോ. അത് വളർന്നെങ്കിലും ഞാനിപ്പോഴും അതിന്മേൽ പറിക്കാറുമില്ല. പിന്നെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കുഞ്ഞി വേറെയും മരങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. ഞാൻ വരുന്ന സമയത്ത് ഇവിടെ കുറച്ച് തെങ്ങ്, പേരക്കമരം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ വന്നതിൻ്റെ ശേഷമാണ് കുറച്ചും കൂടെ തെങ്ങുകളൊക്കെ കുഴിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് പെട്ടെന്ന് ഇങ്ങനെ വലിയ ഹൈറ്റ് വെക്കാണ്ട് ഉണ്ടാവുന്ന തെങ്ങ്, പിന്നെ കശുമാവ്, പിന്നെ നമ്മളെ മാതോളി നാരങ്ങ, അതെല്ലാം ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ റംബൂട്ടാൻ, ബട്ടർ ഫ്രൂട്ട്, മാംഗോസ്റ്റീൻ അവരെല്ലാം കുഴിച്ചിട്ടിട്ടുണ്ട്. അതെപ്പോഴാണ് ഉണ്ടാവുകയെന്നൊന്നും അറിയില്ല. പിന്നെ ഇവിടെയൊക്കെ എൻ്റെ ചെടികളാണ് കേട്ടോ. ഇതിൻ്റെ പേരൊക്കെ ഇപ്പം ഞാൻ മറന്നുപോയി. ഇതൊക്കെ ഈ ഡിഷീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാന്റൊക്കെ ശരിക്കും ഉണ്ടാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഭയങ്കരമായിട്ട് നോക്കുമ്പോൾ അവരെ തീരെ ഉണ്ടാവില്ലേനു. അങ്ങനെ തീരെ ഞാൻ മൈൻഡ് ചെയ്യാണ്ടായപ്പോൾ ഇതുപോലെ ഫുള്ളിങ്ങനെ ക്രീപ്പ് ചെയ്ത് നല്ല രസത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പുറത്തേക്ക് ഒരു വാഴേൻ്റെ എടുക്കാൻ വന്ന ആവേശത്തിലാണ് ഞാൻ ഈ വന്നിട്ട് ഇതെല്ലാം നോക്കുന്നത്. ഇനി വേഗം നമുക്ക് തിരിച്ചു പോയിട്ട് നമ്മളെ പണി തുടങ്ങണം. അപ്പോൾ എന്തിനാന്നല്ലേ ഇന്ന് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാന്നുള്ളൊരു പ്ലാൻ. ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എക്സ്ട്രാ വേറെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കുറച്ച് ഫുഡെല്ലാം നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതെല്ലാം എനിക്കിന്ന് ഫിനിഷ് ചെയ്യണം. കാരണം എല്ലാ സാറ്റർഡേയ്സും ഞാൻ എൻ്റെ വീട്ടിൽ പോകും. അപ്പോൾ സൺഡേ നമ്മളിവിടെ ഉണ്ടാവില്ല. ആൻഡ് പിന്നെ മൺഡേ അത് എടുക്കുകയെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് മടിയുള്ള കാര്യമാണ്. അത്രയും ദിവസം ഇങ്ങനെ വെച്ചിട്ട്. അപ്പോൾ ഇന്നലത്തെ ഫുഡാണ്, അപ്പോൾ ഇന്നത്തേക്കും കൂടി ഉണ്ട്. ഇനി അത് ഫുൾ ഫിനിഷ് ചെയ്യണം. അപ്പം ഞാൻ എത്ര ഇങ്ങനെ ലൈക്ക് ബൗളിലൊക്കെ ആക്കിയിട്ട് നമ്മൾ ടേബിളിൽ വെച്ചാലും അവസാനം ഒരു ഇച്ചിരി ബാക്കി ഉണ്ടാവും കേട്ടോ. കാരണം നമ്മൾ എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാലല്ലേ, കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോഴാണ് എപ്പോഴും ഈ ലെഫ്റ്റ് ഓവർ വരിക. കാരണം ഇനി അവർക്ക് വേണ്ടി അവർ തിന്നോട്ടെ, ഇവർക്ക് വേണ്ടി ഇവർ തിന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ബാക്കി വെക്കും. അപ്പോൾ അങ്ങനെ ലെഫ്റ്റ് ഓവർ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഈ ഒരു പരിപാടി ചെയ്യണത്. ആൻഡ് റൈസ് എൻ്റെ അടുത്ത് കുറച്ചേ ഉള്ളൂ. പക്ഷേ നമ്മൾ 3 ആളായതുകൊണ്ട് നമുക്ക് റൈസിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് അത്ര മതി. ആൻഡ് ഉപ്പേരി ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ട്. ചോറ് മാത്രം കേട്ടോ ഇന്നലെ ഉണ്ടാക്കിയത്. ബാക്കി ഉപ്പേരികളൊക്കെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയതാണ്. ആൻഡ് നമുക്കാണെങ്കിലേ കറികളൊന്നും വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ സാധാരണ നമ്മൾ ഉണ്ടാക്കണ പോലത്തെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള പൊതിച്ചോറും അല്ല. കാരണം എഗ്ഗ് തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ള സാധനങ്ങൾ തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ചോറ് ഇത്രയേ ഉള്ളൂ. അത് ഞാൻ നല്ലോണം തിളപ്പിച്ച് ഊറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി നല്ലൊരു അടിപൊളി ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ പയറും അതുപോലെ എഗ്ഗും കൂടെ ആയിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കിയതാണ്. അപ്പം പ്രോട്ടീനും ഇൻക്ലൂഡ് ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് 2 എഗ്ഗേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ പൊരിച്ചിട്ട് വെക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പോൾ ഞാനത് പയറിലേക്ക് ഇട്ടു. അപ്പോൾ പയറും എഗ്ഗുമായിട്ടുള്ള തോരനാണ് ഇത്. ഞാൻ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുമുണ്ട്. ആൻഡ് ചോറ് കുറച്ചാണെങ്കിലും ഉപ്പേരി കുറച്ചധികം കഴിക്കുമ്പോൾ നമ്മളെ വയറെല്ലാം ഫുള്ളാവും. പിന്നെ നമ്മുടെ ഒരു മോസ്റ്റ് ഫേവറേറ്റാണ് കോവക്കുപ്പേരി. അപ്പോൾ കോവക്കുപ്പേരിയാണ് അവിടെ ആ ഫ്രൈങ് പാനിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈവനിങ് നമ്മൾ രണ്ടത്താണിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇപ്പം ഫിനിഷ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഡിന്നറിനും ഫിനിഷ് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷനും ഇല്ല കേട്ടോ. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴൊരു ബെനിഫിറ്റ് എന്താണെന്നറിയോ, ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ച പാത്രങ്ങളെല്ലാം വാഷ് ചെയ്ത് ഫുൾ ക്ലീനാക്കി നീറ്റാക്കിയിട്ട് എനിക്ക് പോവാം.
പിന്നെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പാത്രങ്ങൾ വാഷ് ചെയ്യാനുണ്ടാവില്ല. അതുപോലെ ലെഫ്റ്റ് ഓവർ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട കാര്യങ്ങളില്ല, ഒന്നുമില്ല. ഇതെന്തായാലും നമ്മൾ ഫുള്ള് കഴിക്കുമല്ലോ. നമ്മളിവിടെ ഇപ്പോൾ ന്യൂസ് പേപ്പർ ഇടാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അജു നാട്ടിൽ വന്ന സമയത്ത് അവിടെ വീട്ടിൽ പോയപ്പോൾ, തറവാട്ടിൽ പോയപ്പോൾ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും സ്പോർട്സ് എഡിഷനാണ്. അപ്പോൾ ഈ ന്യൂസ് പേപ്പറിൻ്റെ അവിടെയും ഇവിടെയൊക്കെ പോയിട്ടുള്ളത് കണ്ടോ, അതെല്ലാം റൊണാൾഡോനെയും പിന്നെ അതുപോലെ പിന്നെ ഫിഫ വേൾഡ് കപ്പിൻ്റെ പിക്ചേഴ്സ് എല്ലാം കട്ട് ചെയ്തിട്ട് കൊണ്ടുപോയതാണ്. അപ്പം ആ കട്ട് ചെയ്ത ന്യൂസ് പേപ്പേഴ്സിൻ്റെ ബാക്കി കളയണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വെച്ചത് കൊണ്ട് നമുക്കിപ്പം ഈ ഒരു സംഭവം പൊതിയാനായി. അപ്പോൾ അതുകൊണ്ട് എല്ലാ ന്യൂസ് പേപ്പറും ഇങ്ങനെ അവിടെ ഇവിടെയും പോയിട്ടുള്ളത്. അപ്പം ഞാൻ ജസ്റ്റ് ചോറും കുറച്ച് പയർ ആൻഡ് എഗ്ഗ് ഉപ്പേരി പിന്നെ കുറച്ച് കോവക്കുപ്പേരി ഇത്ര മാത്രമേ നമ്മൾ ഇതിലാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് എന്ത് കൂട്ടിയിട്ടാണ് കഴിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് തൈരുണ്ട്, അച്ചാറുണ്ട്, അതൊക്കെ ധാരാളം. പിന്നെ ചെറുപ്പം മുതൽ ഞാനൊരു ഹാർഡ് കോർ തൈര് ഫാനാണ്. എനിക്ക് ചോറ് കഴിക്കാൻ പ്രത്യേകിച്ച് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല, കുറച്ച് തൈര് മാത്രം കിട്ടിയാൽ മതി കേട്ടോ. അതെന്നെ അറിയുന്ന എല്ലാവർക്കും അറിയണ്ടാവും. ഇപ്പോൾ ബിരിയാണി ആണെങ്കിലും നെയ്ച്ചോറാണെങ്കിലും അങ്ങനത്തെ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും എനിക്ക് അതിൻ്റെ കൂടെ തൈര് നിർബന്ധമാണ്. സംഭവം എനിക്ക് സ്പൈസി ഫുഡൊന്നും അത്ര ഇഷ്ടമില്ല കേട്ടോ. പക്ഷേ നമ്മുടെ ഭക്ഷണങ്ങളിലൊക്കെ മസാല സ്പൈസൊക്കെ കുറച്ച് അധികമാണല്ലോ. പക്ഷേ ഈ തൈര് കഴിച്ച് കഴിഞ്ഞാൽ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൊതുവേ നമ്മൾ ഫാമിലിയിൽ ഇപ്പോൾ നമ്മളെങ്ങനെയാണോ അതല്ലേ നമ്മൾ നമ്മുടെ ഫാമിലിയിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഞാനെപ്പോഴും തൈര് കഴിക്കുന്നതുകൊണ്ട് ഇവരും അതേപോലെ തൈരിന് ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും തൈര് ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ പൊതിച്ചോറെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിതെല്ലാം റെഡിയാക്കി വേഗം ക്ലിനിക്കിലേക്ക് പോയിട്ടോ. ഇനി തിരിച്ച് വന്നിട്ട് നമുക്ക് കഴിക്കുമ്പം വീഡിയോ എടുക്കാം. ആക്ച്വലി നമ്മൾ കഴിക്കാനായിട്ട് ഒരുപാട് ലേറ്റായിട്ടോ. നമ്മൾ കുറേ നേരം നമ്മൾ റിസ്വാൻക്കിന് വെയിറ്റ് ചെയ്തു. അപ്പോൾ ഓൾമോസ്റ്റ് 3:30 ആയിട്ടുണ്ട് ഇത് കഴിക്കാനിരിക്കുമ്പോൾ. എനിക്ക് ആക്ച്വലി ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളൊരു നല്ലൊരു അച്ചാറുണ്ട് കേട്ടോ. കുറച്ച് മധുരമുള്ളൊരു ചെറിയൊരു മധുരത്തിലുണ്ടാവണ മാങ്ങയില്ലേ, ചെനച്ച മാങ്ങ, ആ മാങ്ങ വെച്ചിട്ട് ഞാനൊരു അച്ചാർ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ അത് ഇനി കുറച്ചേ ബാക്കിയുള്ളൂ. അതും ഫിനിഷായാൽ നല്ലതല്ലേ. ഈ കുറച്ചായിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കണ്ടല്ലോ. അപ്പം അത് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ചമ്മന്തി കാര്യങ്ങളൊന്നും ഇതിൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്ത് വെക്കാഞ്ഞത്. എനിക്ക് എപ്പോഴും തോന്നുന്നൊരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാനോ അതൊന്നല്ല ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. ഈ ലെഫ്റ്റ് ഓവർ മാനേജ് ചെയ്യൂലേ, അതിങ്ങനെ ഓരോ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. നെക്സ്റ്റ് ഡേ എന്തെല്ലാമാണോ ലെഫ്റ്റ് ഓവർ അതെല്ലാം പുറത്തെടുത്ത് വെച്ചിട്ട് ചൂടാക്കുക. അത് കറക്റ്റ് ഇപ്പോൾ ചിക്കൻ കറി ആണെങ്കിൽ അതിന് മാച്ചായിട്ടുള്ള എന്താ പത്തിരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക. ഇതെല്ലാം ഭയങ്കര ടാസ്ക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാണ്ട് ഇപ്പം കുറച്ച് ഭക്ഷണം എന്തെങ്കിലും ഇച്ചിരി ചിക്കനോ അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിളോ ഉണ്ടെങ്കിൽ അത് കുക്ക് ചെയ്യാന്ന് പറഞ്ഞത് അത്ര വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഈ ലെഫ്റ്റ് ഓവർ മാനേജ്മെൻറ്റാണ് ഭയങ്കര പ്രശ്നം. ചിലപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, നമുക്കൊരാൾക്ക് തിന്നാനുള്ള ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള സാധനമൊക്കെ ഉണ്ടാവുള്ളേ. ബട്ട് സ്റ്റിൽ അത് വീണ്ടും നമ്മളാർക്കും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കേണ്ടി വരും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്രിഡ്ജിൽ ഇനി 2 ദിവസം വെച്ചിട്ട് കഴിച്ചാലും വേണ്ടില്ല, വേസ്റ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞത് എനിക്ക് ഒട്ടും അക്സെപ്റ്റബിൾ അല്ലാത്തൊരു കാര്യമാണ്. കാരണം പലർക്കും നമ്മൾ ഈ ഫ്രിഡ്ജിൽ വെച്ചത് കഴിക്കില്ല, പിന്നെ 2 ദിവസം ഫ്രിഡ്ജിൽ ഇരുന്നത് കൊള്ളില്ല, പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയല്ല. കേടാവാത്ത ഫുഡാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനത് നല്ലോണം ചൂടാക്കിയിട്ട് കഴിക്കും. അങ്ങനെ പൊതിച്ചോറിൻ്റെ കാര്യവും പറഞ്ഞ് നമ്മളതേ കുളത്തിലെത്തിയിട്ടുണ്ടല്ലേ. വേറെ ഒന്നുമില്ല കേട്ടോ, ശനിയാഴ്ച പൊതിച്ചോറ് കഴിച്ചതിന് ശേഷം പിന്നെ ഞായറാഴ്ച രാവിലെ കുളത്തിൽ വന്നപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. വീക്ക്ലി നമ്മൾ ഇവിടെ വന്ന് സ്വിം ചെയ്യണത് നമുക്ക് ശരിക്കൊരു തെറാപ്പി എടുക്കണ പോലെയാണ് കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നപ്പോഴേ അവളുടെ ഐഫോൺ നമ്മൾ വെള്ളത്തിൽ സബ്മേർജ് ചെയ്തിട്ട് നമ്മൾ വീഡിയോസെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. iPhone 13 മുതലാണ് അങ്ങനെ വാട്ടർ റെസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഫോൺ നനയ്ക്കാനൊരു പേടി കേട്ടോ. എന്നാലും ഇപ്പം നമ്മൾ ജസ്റ്റ് സ്പ്ലാഷസും അല്ലെങ്കിൽ വെറുതെ ഒന്ന് നനഞ്ഞതിപ്പോൾ ജസ്റ്റ് ഒന്ന് ബക്കറ്റിൽ വീണു അങ്ങനെയൊക്കെ ആകുമ്പോഴും അത് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ഫോണ് iPhone 13 Pro ആണ്.
അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും നല്ല അടിപൊളി വീഡിയോസായിട്ട് വരാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദിസ് ഇസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.